ഡേ 4 നമ്മൾ നേരെ പോകുന്നത് ആഗ്രയിലേക്കാണ്. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എഴുന്നേക്കാനൊക്കെ ലേറ്റായി. വേറെ റെഡി ആകാനായിട്ട് കയറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പകല് മീൻസ് രാവിലെ ആയപ്പോൾ വലിയ തണുപ്പില്ല, എന്നിട്ട് രാത്രിയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്നുള്ളത്. ഇത് പുതിയ ഷെയ്ഡാണ്. ഐറിക്കിൻ്റെ 3202 എന്നാണ് ലിപ്സ്റ്റിക്കിൻ്റെ നമ്പർ. മാറ്റിൽഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതാണ്. ന്യൂഡും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. കിട്ടില്ല കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല ലിപ്സ്റ്റിക്ക് എനിക്ക് ഇട്ടിട്ട് നല്ലതായിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയതാണ്, ഓൺലൈനല്ല വാങ്ങിയത്, കടയിൽ പോയി വാങ്ങിയതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ന്യൂഡും ചോദിച്ചു, പീച്ചും ചോദിച്ചു. രണ്ടും എനിക്ക് കുറേ ഉള്ള ഷെയ്ഡ്സാണ്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. കുറേ നോക്കിയാണ് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായത്. നല്ല രസമുണ്ട്, നല്ലൊരു എനിക്കറിയില്ല അതെന്ത് പറയണ്ടെന്ന്. അത് ഭംഗിയുള്ളതുകൊണ്ടല്ലേ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഐറിക്കിൻ്റെ 3202 എന്നാണ് ലിപ്സ്റ്റിക്കിൻ്റെ നമ്പർ. അതാണ് ഇത്. 700 റുപ്പീസാണ്. ഓൺലൈനല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈൻ ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് നേരെ നമ്മൾ ആഗ്രയിലേക്കാണ് പോകുന്നത്. നാളെ താജ്മഹലെല്ലാം കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ. ഞങ്ങൾ ഇറങ്ങി 6 മണി കഴിഞ്ഞു. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുന്നത്, കാരണം പുറത്ത് തണുപ്പുണ്ടാവും. വേദ ഗ്ലൗവും മങ്കി ക്യാപ്പും ഒക്കെ എടുത്ത് വെച്ചിട്ട് റൂമിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗ ഒക്കെ ഇട്ട് നന്നായി. സോക്സ് എടുത്തില്ല, സോക്സ് എടുക്കണം, തണുപ്പുണ്ട്. മൊത്തം മഞ്ഞും. അത് തന്നെ ക്യാപ്പൊക്കെ ഇട്ട്. ഹൂ നാക്ക് നേരത്തെ നീ ഹൂ ആക്കിയപ്പോൾ പോണാണ്ട് ആക്ക് ഇപ്പം പോണില്ല. വണ്ടി കയറുമ്പോൾ പ്രോബ്ലം ഉണ്ടാവൂലടാ. അങ്ങനെ തന്നെ താഴ്ത്ത് ഫുൾ താഴ്ത്ത് നെക്ക് വരെ വാ. അങ്ങനെ ഇതിവിടെ സെറ്റ് ചെയ്യും കറക്റ്റ്. തണുപ്പ് ഇഷ്ടമുള്ള ആളല്ലേ, പിന്നെന്ത്. ഹെൽത്ത് അല്ലേ. വെളിയിലേക്ക് വന്നപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഷൂസും സോക്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. UP പോയിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നിന്നതാണ്. പക്ഷേ ഇവിടുന്ന് നല്ല തണുപ്പുണ്ട് കേട്ടോ, കാര്യമായിട്ടുള്ള തണുപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ സോക്സും ഷൂസും ഒക്കെ എല്ലാം വെളിയിലെടുത്തിട്ട് ഇട്ടിട്ട് പോകാമെന്നും പറഞ്ഞ് എല്ലാം എടുക്കുകയാണേ. ഗ്ലൗസും മങ്കി ക്യാപ്പും ഒക്കെ വെച്ചു. വേറെ തണുപ്പ് തന്നെയാണ്. പിന്നെ നമ്മളൊന്ന് കെയർ ചെയ്തില്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ നമ്മുടെ ട്രിപ്പ് ഫുൾ കൊളാവും. അതുകൊണ്ട് പിന്നെ ആദ്യമേ ഇടാമെന്ന് കരുതി. ഇട്ടില്ലെങ്കിലും തണുപ്പുണ്ട്. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ മഞ്ഞ് മാറുമായിരിക്കും. അറിയില്ലല്ലോ, നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി വലിയ ധാരണയൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇട്ടിട്ട് പോകാൻ ചൂടാവുമ്പോൾ ഇതെല്ലാം മാറ്റാമെന്ന് കരുതി. ഈ ഒരു തണുപ്പ് എന്തായാലും കാറിൽ കയറുമ്പോൾ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് മോഡ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് പോവാം എന്നുള്ളൊരു ധൈര്യമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. ഭയങ്കര തണുപ്പ് നമുക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഇട്ട് കവർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. തണുപ്പുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഈ തണുപ്പാണെങ്കിൽ UP ഇതിൻ്റെ ഡബിളായിരിക്കും തണുപ്പ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൽഹിയിലും ഭയങ്കര തണുപ്പാന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ. നമ്മൾ ശരിക്കും വേദയ്ക്ക് വെക്കേഷൻ ഏപ്രിൽ മെയ്യിൽ വരാമെന്ന് കരുതിയതാണ്. അപ്പോൾ ഭയങ്കര വെയിലായിരിക്കും. ആ ചൂടത്ത് നമ്മൾ വരുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഭേദം ഇത് തന്നെയായിരിക്കും. നമുക്ക് വേദയുടെ ക്ലാസ് നോക്കിയിട്ട് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ചാടിപ്പടച്ച് അങ്ങനെ ഓടിപ്പടച്ചൊന്നും വരാൻ പറ്റത്തില്ല. വേദയുടെ ക്ലാസ് എല്ലാം നോക്കി അതെല്ലാം വെക്കേഷനൊക്കെ ഉള്ള സമയം. ഇപ്പോൾ ഒരു സെപ്റ്റംബർ, നവംബർ, ഫെബ്രുവരി, ജനുവരി ഒക്കെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണെന്നാണ് പറയുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം ആവശ്യത്തിന് തണുപ്പും ഒരുപാട് ചൂടും ഇല്ലാതെ അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് അപ്പോഴും വരാൻ പറ്റില്ല. വേദയ്ക്ക് എക്സാം ടൈമാണ്, ക്ലാസ് ഉണ്ട്, അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. വേദയ്ക്ക് വെക്കേഷൻ ഉള്ളപ്പോൾ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. രാവിലെ യാത്ര തിരിച്ചിട്ടുണ്ട്. 6:30 മണിയായി. പക്ഷേ ഇത് ലൈറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എങ്ങനെ നമ്മൾ പോവുകയാണ്. ഒരുപാട് പേര് ചോദിച്ചു, ഏട്ടൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണതിന് ബുദ്ധിമുട്ടില്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാണ്. ആഗ്ര നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. റൂമിൽ അത്ര തണുപ്പുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പെല്ലാം ഉണ്ട്. നമ്മൾ തണുപ്പുള്ള വേദക്കുട്ടി വരെ എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇപ്പം തണുപ്പ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നമ്മളിതെല്ലാം ഇട്ടില്ലെങ്കിൽ ഒരു സേഫ്റ്റി വയ്യാതായാലേ. നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോകുന്നതാണ്. ചുമയൊക്കെ വന്നാലേ പിന്നെ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി എല്ലാം. എങ്കിലും തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഞാനും മങ്കി ക്യാപ്പും എല്ലാം ഇട്ട് റെഡിയായിരിക്കുകയാണ്. ഗ്ലൗസ് ഇട്ടില്ല. ഗ്ലൗസ്
നിന്നുണ്ടാക്കുന്ന ശർക്കര ഉരുക്കുന്നതാണ് രണ്ട് സൈഡിലും. അവർ രാവിലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ഈ രാവിലെ സമയങ്ങളിലൊക്കെ ആയിരിക്കും. കണ്ടോ, കരിമ്പിലാണ് അവർ ശർക്കര ഉണ്ടാക്കുന്നത്. ഇറങ്ങി വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം അത്യാവശ്യം പുറത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കരിമ്പിൽ ശർക്കര ഉണ്ടാക്കുന്നതാണ്. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അവരുടെ ബാക്കിൽ ഫുൾ കരിമ്പൻ തോട്ടം. മധ്യപ്രദേശിൽ കൂടുതലും, നമ്മളിപ്പോൾ മധ്യപ്രദേശിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ കൂടുതൽ ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴും ഇവർ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ പണിയെടുക്കും എന്നാണ് തോന്നുന്നത്. വൈകിട്ട് വന്നപ്പോഴും എന്തേ വെളുപ്പിന് ഇപ്പോൾ ഒരു 7 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ രണ്ട് സൈഡിലും ഇങ്ങനെ കരിമ്പിൻ്റെ ഈ ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. കണ്ടോ, കരിമ്പൻ തോട്ടം, നിറയെ കരിമ്പൻ തോട്ടമാണ്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളും വെള്ളമൊക്കെ. കരിമ്പിനാണോ വേറെ കൃഷിയായിരിക്കും അത്? അതാണ് പുക വരുന്നത്. അതെല്ലാം കരിമ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അവിടെയൊക്കെ നമ്മൾ മൂന്നാർ പോയപ്പോൾ കണ്ടില്ലേ കരിമ്പിൽ ഉണ്ടാക്കുന്നത്, അതേ ഒരു സെറ്റപ്പാണ്. പക്ഷെ അത്രയും ഹൈടെക് ആയിട്ടില്ല. അവിടെ ഗ്രാമങ്ങളിലെ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. കമന്റ് കണ്ടായിരുന്നു, ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ മുറിച്ച് ഇടുന്നതെന്ന്. ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടാൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ചിലപ്പോൾ കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ഒന്നും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത്രയും ദൂരം നമ്മൾ പോകുന്നതല്ലേ. ഇപ്പം നമ്മൾ തൊട്ടടുത്തൊക്കെ പോകും, നമ്മുടെ കേരളത്തിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നതാവാം. ചിലപ്പോൾ ചിലർ, എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നു, അവർ ഡൽഹി പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിടുന്നത്. ആവശ്യമുള്ളവർക്ക് കാണാം. ഞാൻ എന്തായാലും ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റൊക്കെ മാക്സിമം ഓരോ വീഡിയോസിനും ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നല്ല എഫേർട്ട് എടുത്ത് ശ്രീകുട്ടി ചെയ്യുന്നുണ്ട്, യാത്രയുടെ ഇടയ്ക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനും ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്തേക്കുന്നു പൈസ കിട്ടുന്നില്ല പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ഞാനിത് ഇങ്ങനെ ഇപ്പം ചെയ്യാൻ കാരണം, നമ്മളിപ്പോൾ ഒരു 3-4 ട്രിപ്പ് പോയിട്ട്, അതായത് യൂട്യൂബ് ഒന്ന് ഇതായ ശേഷം ട്രിപ്പ് പോയിട്ട് ഞാൻ ഓൾറെഡി എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണ് എല്ലാം എഡിറ്റ് ചെയ്തിടുന്നത്. പക്ഷെ അത് പല വീഡിയോകളും മിസ്സാവുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ പലതും പല സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. ഒന്നും അതിൻ്റെ പ്രോപ്പർ വേയിൽ നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ഇതാകുമ്പോൾ അങ്ങ് ലൈവായിട്ട് എടുക്കുന്നത് അപ്പോഴപ്പോഴായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്ത് പോവാം എന്നുള്ള ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേത് പല വീഡിയോസും എനിക്ക് മലേഷ്യയിൽ പോയത് ആദ്യത്തെ 2 ദിവസം എന്തേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഫുൾ ഡിലീറ്റ് ആയിപ്പോയി. പല ഷോട്ടുകൾ മിസ്സിങ് ആയി. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സാവുന്നത് കൊണ്ടാണ് എടുക്കുന്നത് അങ്ങ് ലൈവായിട്ട് ഇട്ട് പോവാം. പാട് തന്നെയാണ്. ഞാൻ ഒരുപാട് പേര് എൻജോയ് ചെയ്യൂ, എഡിറ്റ് ചെയ്ത് പിന്നീട് ഇടാന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത്രയും ദൂരം കാറിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് പോകുന്നത്. അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാരണങ്ങളെന്ന് പറയുന്നത്. ഒരുമിച്ചിടാത്തത്, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അതുപോലെ ഇന്നലെ നമുക്ക് ചിലവായത് 8500 രൂപയാണ് ഇന്നലെ ഒരു ദിവസത്തെ ചിലവ്. പെട്രോൾ, ഫാസ്ടാഗ് അഡീഷണൽ എത്രയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഞങ്ങൾ 5000 ഓൾറെഡി ചാർജ് ചെയ്തു. ഇപ്പോൾ ഒരു 3000 കഴിഞ്ഞു. ഇനി ഒരു 2000 ഇല്ല ബാലൻസ്. അപ്പോൾ അത് ഫാസ്ടാഗിൻ്റെ എത്രയാണെന്നുള്ളത് പിന്നീട് പറയാം. ബാക്കി പെട്രോൾ അടിച്ചതും എല്ലാം കൂടി ഒരു 8000, റൂമിന്റെ എല്ലാം കൂട്ടിയിട്ട് 8500 ആണ് ഇന്നലെ നമുക്ക് ആയിട്ടുള്ളത്. നമ്മൾ മഞ്ഞിനകത്തൂടെ പോവുകയാണ്, കണ്ടോ. അയ്യോ, ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല കേട്ടോ, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മൾ കട്ടൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു കട്ടൻ ചായ ഒന്നും കുടിച്ചില്ല, അപ്പൊ കുടിച്ചിട്ട് പോവാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മധ്യപ്രദേശാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗ്രാമത്തിനകത്തൂടെയാണ് ഈ ഹൈവേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം വലിയ കടകളോ ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞു കട കണ്ട് അവിടെ ഇങ്ങനെ ഈ നമ്മുടെ സാഷെ പാക്കറ്റുകളില്ലേ, നമ്മുടെ ബ്രൂവിൻ്റെയും ഹോർലിക്സിൻ്റെയൊക്കെ അതുപോലെ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഭാഷയിൽ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല.
അപ്പോൾ കാലിച്ചായ ആണോ എന്ന് ഇങ്ങോട്ട് അവർ ചോദിച്ചു. അപ്പോൾ അത് കട്ടൻ ചായ കാലിച്ചായ എന്നാണ് പറയുന്നത്. വന്നപ്പോൾ തന്നെ രാവിലെ ചേട്ടൻ പാലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞു മോളാണെന്ന് തോന്നുന്നു, കുഞ്ഞു മോള് അതിനെ വാങ്ങിച്ചുകൊണ്ട് അകത്ത് പോകുന്നുണ്ട്. ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടോ. സത്യം ഏപ്രിലൊക്കെ വന്നിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, എല്ലാം മിസ്സാവുമായിരുന്നു. എന്നിട്ടൊരു സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു ചേച്ചി അവിടെ ഇരുന്ന് റൊട്ടി എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ഞാൻ കരുതിയത് പൊട്ടാറ്റോ ആണെന്ന് കരുതി. ഇങ്ങനെ കനലിൽ കുറേ ബോൾസ് ആക്കി ഇങ്ങനെ ചുടാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ ഏട്ടൻ പറയുന്നത് പൊട്ടാറ്റോ ആണെന്ന്. പക്ഷേ അല്ല, അവർ മാവ് ഉരുട്ടിയിട്ട് ആ കനലിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇത് പരത്തത്തില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ചുട്ടിട്ട് ബ്രിഞ്ചോളിങ്ങനെ ഇത് കത്തിരിക്ക ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട്. അതും കൂട്ടി എന്തോ കറി ഈ ബോളും ആ കത്തിരിക്കയായിരിക്കും കഴിക്കുന്നത്. ഇതിന് പരത്തി എടുക്കത്തില്ല എന്ന് തോന്നുന്നു, അറിയില്ല. കുറേ സമയം നിന്നിട്ട് അവർ പരത്തുന്നുണ്ടായിരുന്നില്ല. ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ നമ്മൾ ചില സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കാഴ്ചകൾ. അത് ഈ തണുപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അതൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഈ മഞ്ഞത്ത് ഇങ്ങനെ ഇറങ്ങി നിന്ന് അവരിങ്ങനെ റൊട്ടിയൊക്കെ ചുടുന്നത്. നമ്മുടെ അവിടെ എല്ലാം ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലി, ദോശ അതൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ ഈ റൊട്ടിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഈ സാധനങ്ങളൊക്കെ പല രീതിയിലുള്ള തവ റൊട്ടി, ഗ്രിൽ റൊട്ടി, കനലിൽ ചുട്ടെടുക്കുന്നത് നമ്മളവിടെ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാറില്ലല്ലോ. ഉണ്ടെങ്കിലും വല്ലപ്പോഴോ ഒന്ന് ട്രൈ ചെയ്യാമെന്നല്ലാണ്ട് ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കുന്നില്ലല്ലോ. ഇവരുടെ ലൈഫിൽ ഏറ്റവും ലൈഫ് സ്റ്റൈലിലുള്ള കാര്യമാണ് ഈ റൊട്ടി എന്നൊക്കെ പറയുന്നത്. അവർക്ക് 3 നേരവും മിക്കവാറും റൊട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത് ഞാൻ നമ്മുടെ നാട്ടിലൊന്നും കണ്ടില്ല. അപ്പം നമ്മുടെ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടാണ് നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ കൂടിക്കൂടി വരുന്നു. സാധാരണ പുകല് വായി വരുമ്പോൾ ലൈറ്റ് വന്ന് തുടങ്ങുമ്പോൾ മഞ്ഞ് കുറഞ്ഞു വരേണ്ടതല്ലേ. ഇത് കൂടിക്കൂടി വരുന്നതല്ലാണ്ട് കുറഞ്ഞു വരുന്നില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു കട്ടച്ചായയുടെ കിട്ടുമ്പോൾ സൂപ്പറായിരിക്കും. മഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള മഞ്ഞും ഒരു ഗ്രാമീണ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റി. അതാണ് അതിലൊരു മെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സിറ്റി വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറി ചായ കുടിക്കുന്ന ഒരു ഫീല് ഇങ്ങനൊരു കുഞ്ഞു കടയിൽ വന്നിട്ട് എനിക്ക് സത്യം തേന്മാവിൻ കൊമ്പത്ത് സിനിമയാണ് ഓർമ്മ വന്നത്. അത്രയും അങ്ങോട്ട് എങ്കിലും ആ ഒരു ഗ്രാമീണത്വവും അവർ തറയിലിരുന്ന് ഇങ്ങനെ റൊട്ടി ചുട്ടെടുക്കുന്നതും കനലിലാണ് ചുട്ടെടുക്കുന്നുണ്ട്. അതിൽ കനലിൽ ചൂടാക്കുന്നതും കുഞ്ഞു മക്കളൊക്കെ അടുത്ത് വന്നിരിക്കുന്നു, പാല് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഒരു ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരു മെയിൻ റോഡിൽ കൂടെ നമ്മൾ പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്ന് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് അവരിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടോ എന്നറിയില്ല, ചായയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഗൂഗിൾ പേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല കേട്ടോ, പൈസ ആയിട്ടാണ് കൊടുത്തത്. എന്നാലും ഇപ്പോൾ സംഭവം കൊള്ളാം. UP-ൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും എങ്കിലും കുഴപ്പമില്ല. പക്ഷെ വേറെ അസുഖങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മാത്രം മതി. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇന്നലെ രാജീവ് എന്നാണ് അങ്കിളുടെ പേര്. അങ്കിള് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോഴും ഒരു ടെൻഷൻ, ക്ലൈമറ്റ് ചേഞ്ചൊക്കെ പെട്ടെന്ന് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു വിഷമം മനസ്സിലുണ്ട്. എങ്കിലും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോയിരുന്നെങ്കിലും ഒട്ടും നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഡൽഹിയിൽ വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറേ സ്ഥലങ്ങൾ കാണാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമെന്നല്ലാണ്ട് ഈ ഒരു ഭംഗി ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് ഏട്ടനോട് പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റ് പോകാമെന്ന്. പക്ഷേ ഏട്ടൻ്റെ ഒരാളുടെ നിർബന്ധത്തിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 7000 കിലോമീറ്ററെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതത്രയും ഏട്ടൻ നമുക്ക് ആർക്കും കാറ് തരത്തില്ല ഡ്രൈവ് ചെയ്യാൻ. ഏട്ടൻ തന്നെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ അത്രയും ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത് റിസ്ക് അല്ലേ എന്നൊക്കെ ഉള്ള കരുതിയിട്ടാണ് ഫ്ലൈറ്റിൽ പോകാൻ നിർബന്ധിച്ചത്. പക്ഷേ ഏട്ടൻ്റെ ഒരാളുടെ നിർബന്ധത്തിൽ ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. വഴിയോരത്തെല്ലാം ദേ ഇതുപോലെ ഇരുന്ന് ചൂട് കൊള്ളുന്ന ആൾക്കാർ നിറയെ ഉണ്ട് കേട്ടോ. സൂര്യനൊക്കെ വന്നു കേട്ടോ. ഒരു 7:30 മണിയൊക്കെ ആയപ്പോൾ സൂര്യൻ വന്നു. ഇപ്പോൾ മഞ്ഞൊക്കെ മാറി തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ്. ഈ 2 സൈഡിലും കൃഷിയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴാണ് ഭീകര മഞ്ഞ് വരുന്നത്. പുറത്ത് തണുപ്പുണ്ടാവും, നമ്മൾ കാറിലായതുകൊണ്ട് അറിയത്തില്ല. അങ്ങനെ മഞ്ഞെല്ലാം ആസ്വദിച്ച് വന്നപ്പോഴേക്കും റോഡ് സൈഡിൽ കുഞ്ഞ് തട്ടുകട പോലെ നിറയെ ആൾക്കാരും ലോറിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. എന്തോ വറുത്തൊക്കെ കോരുന്നത് കണ്ടോണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു വണ്ടി സൈഡാക്കാൻ. അപ്പോൾ അവിടെ ഇങ്ങനെ ചായയും എന്തോ ചൂടോടെ ഇങ്ങനെ സമൂസയൊക്കെ വറുത്ത് കോരിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. സമൂസയും എന്തോ പക്കോടയൊക്കെ വറുത്ത് കോരുന്നുണ്ട്. സംഭവം കൊള്ളാൻ, നല്ല നീറ്റായിട്ടുണ്ട്. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ആ പക്കോട. അതൊരു പ്ലേറ്റും പറഞ്ഞു, ഒരു സമൂസയും പറഞ്ഞു. ഒരുപാടൊന്നും വാങ്ങിയില്ല. ഇന്നലെ പറാത്ത തിന്ന് പണി കിട്ടിയ പോലെ ആവുമായിട്ട് ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് മാത്രം ഒന്ന് നോക്കാനായിട്ട് ഒരെണ്ണം വെച്ച് വാങ്ങി. 3 പേർക്കും കൂടെ ഒന്ന് ടേസ്റ്റ് മാത്രം നോക്കാമെന്ന് എത്തി കേട്ടോ. അങ്ങനെ പക്കോട ചൂടോട് വറുത്ത് കോരുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാർ വന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. ഒരു കടയെല്ലാം നിറയെ 2-3 കടകൾ ഇരിക്കുന്ന കണ്ടു. അപ്പം നമ്മൾ ഒതുക്കിയ സ്ഥലത്തുള്ള കടയിലാണ് കയറിയത്. എന്ത് പക്കോടയാണെന്ന് വെച്ചാൽ എന്തോ പറയുന്നുണ്ട്. നല്ല എരിവും ഒരു ഉഴുന്നുവടയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു, ഒരു സവോളയുടെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നി വേണമെന്ന് ചോദിച്ചു ഞാൻ വേണം എന്ന് പറഞ്ഞു. അതൊരു മുളകും ഒരു പുതിനയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ മുളക് കാന്താരി എന്തോ ആയിരുന്നു, ഭയങ്കര എരിവായിരുന്നു. കാന്താരി ചട്നി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ആ സംഭവം. വട നല്ല ചൂടോടെ, പക്കോട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെയിലൊക്കെ വന്നെങ്കിലും പുറത്ത് തണുപ്പിന് ഒരു കുറവുമില്ല കേട്ടോ. വേദയെ വിളിച്ചപ്പോൾ വേദ ഉറങ്ങായിരുന്നു, വിളിച്ചിട്ട് വന്നില്ല. ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ പതുക്കെ അവൾ ചാടി വന്നു കേട്ടോ. ഒരു സമോസയും വാങ്ങി. എനിക്ക് സമോസ അത്ര ഇഷ്ടപ്പെട്ടില്ല, സമോസ ലവേഴ്സിന് ഇഷ്ടപ്പെടും, ഞാൻ അത്ര ഒരു വലിയ സമോസ ഫാനല്ല. എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു സമോസയായിരുന്നു. വേറൊരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോശം എന്നല്ല, കൊള്ളാം. പക്ഷേ ഞാനൊരു സമോസ ലവർ അല്ലാത്തത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അതൊന്ന് ചട്നിയൊന്നും ഇല്ലാണ്ട് ആ ഒരു പക്കോട കഴിക്കാനായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഒരു പ്ലേറ്റ് 20 രൂപയായിരുന്നു, ഒരു സമോസ ഒരു ഇത് രണ്ടും കൂടി 40 രൂപയായി. വേറെ ചട്നിയൊക്കെ കൂട്ടിയാണ് കഴിച്ചത്. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, കഴിക്കുന്ന വീഡിയോ എല്ലാം കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുന്നത് കൂട്ടി ഒരു വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിട്ട് ബാക്കി വിശേഷം പുറകെ കാണാം.